വിവിധ പഞ്ചായത്തുകൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK അനിൽകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി റോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ ദേശീയ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദനാണ് പതാക ഉയർത്തിയത്. നഗരസഭാ അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് മാല ചാർത്തി പുഷ്പാർച്ചനയും നടത്തി. നഗരസഭയുടെ അഗതി മന്ദിരം, ബയോ പാർക്ക് എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷം പ്രസിഡന്റ് ആൻഡോ ലിജോ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസന ചെയർപേഴ്സൺ ഉമ്മർ സലീം അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന ചെയർപേഴ്സൺ MK അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചു. തുടർന്ന് നടന്ന ആഘോഷ പരിപാടികളിൽ പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹബീബ്, മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പാവർട്ടി സബ് ഇൻസ്പെക്ടർ SI M മഹേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. ഈ വർഷത്തെ കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റഷീദിനെ ചടങ്ങിൽ വെച്ച് പ്രത്യേകം അനുമോദിച്ചു. പാവർട്ടി INTUC യൂണിയന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. പാവർട്ടി സെന്ററിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജാതീയ ചിന്തകൾക്കും വർണ്ണവിവേചനത്തിനുമെതിരെ മുന്നോട്ട് ഇറങ്ങേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കമ്മിറ്റി പ്രസിഡന്റ് PM മുഹസിൻ മാസ്റ്റർ പതാക ഉയർത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചേറ്റുവ VS കേരളീയൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര അനുസ്മരണവും സൗജന്യ ആയുർവേദ ക്യാമ്പും നടത്തി. ഗ്രന്ഥശാല പരിസരത്ത് നടന്ന പരിപാടികൾ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് PP അബ്ദുൾ റൌഫ് അധ്യക്ഷനായി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്നുകളും കർക്കിടക കഞ്ഞിയും വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പതാക ഉയർത്തി. ദേവസ്വം ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ആണ് പതാക ഉയർത്തിയത്. തുടർന്ന് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരേഡും നടന്നു. ശ്രീവത്സം, പാഞ്ചജന്യം ദേവസ്വം, ആനത്താവളം ദേവസ്വം മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. പാടൂർ തഅലീമുൽ ഇസ്ലാം മദ്രസയിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് NP അലിമോൻ ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിലും ബുസ്താനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിലും വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മഹല്ല് ഖത്തീബ് സലീം ഫൈസി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. പാവർട്ടി ടൗൺ ജുമാ മസ്ജിദ് ഹിദായത്തുൽ സിബിയാൻ മദ്രസയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് പതാക ഉയർത്തി. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ ബാങ്കിന്റെ മുന്നിൽ പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വേന്മനാട് പതാക ഉയർത്തി. ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് സൊസൈറ്റിയിലും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ദേശീയ പതാക ഉയർത്തി. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. പാടൂർ കടവ് ചായക്കൂട്ടം കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സലീർ കാര്യാട്ട് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പാവർട്ടി YMCAയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക വന്ദനവും സ്വാതന്ത്ര്യദിന സന്ദേശവും മധുര പലഹാര വിതരണവും നടത്തി. പ്രസിഡന്റ് VS സെബി മാസ്റ്റർ ദേശീയ പതാകയും ഉയർത്തി.
മുതിർന്ന അംഗം MC ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ക്ലബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി ദേശീയ പതാക ഉയർത്തി. പരിപാടിയിൽ രക്തദാനം ജീവദാനം എന്ന സന്ദേശവുമായി നടന്ന ബോധവൽക്കരണ ബൈക്ക് റാലിയും പാവർട്ടി SI മഹേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാവർട്ടി പഞ്ചായത്തിലെ 5-ാം വാർഡ് 94-ാം നമ്പർ അങ്കണവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ധന്യ സിബിൽ ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീജ ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. അങ്കണവാടിയിലെ കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ ദേശഭക്തി ഗാനവും പ്രസംഗവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. LGL റെസിഡൻസ് അസോസിയേഷൻ താമരയൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ 42-ാം വാർഡ് കൌൺസിലറും LGL കുടുംബാംഗവുമായ എറിൻ ആന്റണി പതാക ഉയർത്തി. പതാക ഉയർത്തലിനു ശേഷം LGL കവാടം മുതൽ അങ്കണവാടി വരെ സ്വാതന്ത്ര്യദിന റാലിയും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവർട്ടി സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി സെന്ററിൽ 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VG സെബാസ്റ്റ്യൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജാക്സൺ ചടങ്ങിൽ അധ്യക്ഷനായി. ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ RX സോൺ ക്ലബിന്റെ നേതൃത്വത്തിൽ യമഹ ബൈക്ക് റാലിയും മുതിർന്ന അംഗത്തെ ആദരിക്കലും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സെന്ററിലെ പാടൂർ റോഡിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 30ഓളം യമഹ ബൈക്കുകളാണ് അണിനിരന്നത്. ചടങ്ങിന്റെ ഭാഗമായി RX കൂട്ടായ്മയിലെ മുതിർന്ന അംഗവും 75 വയസ്സുമായ CA ജോസിനെ മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. റാലിയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.